ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് പാലക്കാട് മലമ്പുഴ ഡാമിന് ചുറ്റുമുള്ള കുറച്ച് സ്ഥലങ്ങളിലേക്കാണ്. വളരെ മനോഹരമായ കുറച്ച് സ്ഥലങ്ങളിലേക്ക്. നമ്മൾ കവ ഐലൻഡിലേക്കാണ് പോകുന്നത്. പോകുന്ന വഴി നിങ്ങൾക്ക് കാണാമല്ലോ, ഫോറസ്റ്റ് ഏരിയ ആണ്. രണ്ട് സൈഡും നിറയെ മരങ്ങളാണ്. അതുപോലെ മരങ്ങൾ തിങ്ങി നിൽക്കുന്ന മലകളും അരുവികളും പുഴയും പാറക്കെട്ടും അങ്ങനെ ഒരുപാട് ഭംഗിയുള്ള സ്ഥലങ്ങളാണ് ഈ മലമ്പുഴ ഡാമിന് ചുറ്റുമുള്ളത്. ഞങ്ങൾ കോയമ്പത്തൂരിൽ നിന്നാണ് വന്നത്. അപ്പോൾ പാലക്കാട് അടുത്തുള്ളവർക്കൊക്കെ വൺ ഡേ ട്രിപ്പിന് പ്ലാൻ ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി സ്പോട്ടാണ് കേട്ടോ. ഒരുപാട് ക്രൗഡൊന്നും അല്ലായിരുന്നു. പിന്നെ ടിക്കറ്റ് എടുക്കേണ്ട, ക്യൂ നിൽക്കേണ്ട, അങ്ങനെ വലിയ ചിലവുകളൊന്നും ഇല്ലാത്ത ഒരു, പക്ഷേ നമുക്ക് ഒരു ഫീൽ ഗുഡ്, ഭയങ്കര ഒരു ഫീല് തോന്നുന്ന ഒരു യാത്രയായിരുന്നു അത്. പാലക്കാട് നിന്ന് ഏകദേശം ഒരു 14 കിലോമീറ്ററാണ് കവ ഐലൻഡിലേക്ക്. നമ്മൾ മലമ്പുഴ ഡാമിൻ്റെ അടുത്ത് വന്നിട്ട് അവിടുന്ന് റൈറ്റ് എടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ റൈറ്റ് അങ്ങനെ നേരെ പോകുമ്പോഴത്തേക്കും ഇതുപോലൊരു കുരിശടി എത്തും. അവിടുന്ന് ലെഫ്റ്റ് എടുക്കുക വേണ്ടത്. ഞങ്ങൾ കോയമ്പത്തൂരിൽ നിന്നാണ് വന്നത്. അതുകൊണ്ട് നമ്മൾ ആ ഒരു നേരെ കാണുന്ന റോഡ്, അതായത് കഞ്ചിക്കോട് കോയമ്പത്തൂർ റോഡിൽ വന്നിട്ട് റൈറ്റ് എടുക്കുകയാണ് ചെയ്തത്. പിന്നെ പറയാനുള്ളത് ഫുഡിൻ്റെ കാര്യം. നമ്മൾ ഒന്നുകിൽ കഴിച്ചിട്ട് പോവുക, അല്ലെങ്കിൽ വാങ്ങിച്ചുകൊണ്ട് പോവുക. പോകുന്ന വഴിക്കൊന്നും കടകൾ പോയിട്ട് ആളുകളെ പോലും കാണാൻ കിട്ടത്തില്ല. പിന്നെ ചെറിയ ചെറിയ കടകളൊക്കെ ഉണ്ട്, അല്ലാതെ ഹോട്ടലുകൾ ഒന്നുമില്ല. പിന്നെ വീട്ടിലെ ഊണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അങ്ങനെ ഒരു സ്ഥലത്തു നിന്നായിരുന്നു കഴിച്ചത്. അവിടെ നല്ല കോസ്റ്റ്ലി ആയിരിക്കുമല്ലോ. ഡാമിലെ മീനൊക്കെ കൂട്ടി കഴിക്കാം. പക്ഷേ അപ്പോൾ നമ്മൾ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഫുഡൊക്കെ കരുതിയിട്ട് വേണം പോകാൻ. അങ്ങനെ ഞങ്ങൾ പോയി ഒരു കുഞ്ഞു മല കണ്ടു. ഇതിൻ്റെ മുകളിലൊരു അയ്യപ്പ ക്ഷേത്രമുണ്ട്. അപ്പോൾ പിന്നെ അതൊന്ന് കാണാമെന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് പോവുകയാണ്. അതിൻ്റെ മുകളിലെത്തിയിട്ട് ചുറ്റും ഒന്ന് നോക്കിയപ്പോൾ എന്ത് ഭംഗിയായിരുന്നറിയോ. അവിടെ ഒരു പാല നിൽക്കുന്ന കണ്ടില്ലേ, അവിടെയാണ് അയ്യപ്പ ക്ഷേത്രം. ഞങ്ങൾ കുറേ നേരം അവിടെ ഇരുന്നു. നല്ല രസമായിരുന്നു അവിടെ ഇരിക്കാൻ കേട്ടോ. നല്ല കാറ്റും തണുപ്പും ഒക്കെ ഉണ്ടായിരുന്നു. പിള്ളേരൊക്കെ കളിക്കാൻ തുടങ്ങി. അങ്ങനെ ഞങ്ങൾ കുറേ നേരം അവിടെ ഇരുന്നു. ഇവിടുത്തെ ഒരുപാട് സ്ഥലങ്ങൾ, ഒരുപാട് സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ചില സ്ഥലങ്ങളൊക്കെ പോകുമ്പോൾ ഇത് ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ, അല്ലെങ്കിൽ ഇവിടെ വന്നിട്ടുണ്ടല്ലോ എന്നൊക്കെ നമുക്ക് തോന്നും കേട്ടോ. ഈ ഒരു പൂവ്, ആ മല നിറച്ചും ഈ ഒരു പൂവ് ഉണ്ടായിരുന്നു കേട്ടോ. ഇതും വേറൊരു നീല പൂവ്. ആ മല നിറച്ച് ഈ പൂവുകളായിരുന്നു. ഇതേ ആ നേരെ കാണുന്ന മലയാണ് നമ്മളിപ്പോൾ നിന്ന മല. അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വന്നപ്പോഴത്തേക്കും ഇതേ വേറൊരു മല, അതിൻ്റെ ഇപ്പുറത്തൊരു ചെറിയ കുളമൊക്കെ. പിന്നെ നമ്മൾ വീണ്ടും വണ്ടി ഒതുക്കി അങ്ങോട്ടേക്ക് ഇറങ്ങി. അവിടെ നല്ല ഭംഗിയായിരുന്നു കേട്ടോ കാണാൻ. അങ്ങനെ ഇവിടെയും കുറച്ച് നേരം ഞങ്ങൾ നിന്നു. ഇത് പാറമട എന്തോ ആണെന്ന് തോന്നുന്നു. പിന്നെ എണ്ണിയില്ലെന്ന് പറയരുത്. സാധനം എൻ്റെ അറിയുന്ന പോകുന്നു. വെച്ച് വെള്ളത്തിൽ പോരുത്. തുമ്പി എങ്ങോട്ടാ പോന്നെ?
നോക്കിക്കോ. ഈ പൂ എന്താണെന്ന് അറിയത്തില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പണ്ടൊക്കെ കുറേ സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ട്. അങ്ങനെ നമ്മൾ അവിടുന്ന് ഇറങ്ങി. നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ, പക്ഷേ കടയൊന്നും ഇല്ലല്ലോ. നമ്മൾ കയ്യിലുള്ള സ്നാക്സൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. ആ ഒരു മരം കണ്ടില്ലേ, അത് വേരാണോ മരമാണോ എന്തോ ആണോ എന്തോ, ഇങ്ങനെ കുറേ മരങ്ങൾ ഈ ഒരു ഏരിയയിലുണ്ടായിരുന്നു. ഇത് കണ്ടോ, രണ്ട് സൈഡും പാറയാണേ. അങ്ങനെ നമ്മൾ കവയിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ബാക്കി നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ഇപ്പോൾ തന്നെ കുറച്ച് ലെങ്തി ആയിപ്പോയി. വഴിയൊക്കെ ഒരുപാട് നമ്മൾ കണ്ടതുകൊണ്ട് നല്ല ഭംഗിയുള്ള വഴികളായതുകൊണ്ട് എനിക്കതൊന്നും കട്ട് ചെയ്ത് കളയാൻ തോന്നിയില്ല കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനലും ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ബൈ.